ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. എറണാകുളത്ത് 2 സെലിബ്രിറ്റികൾ മരിച്ച സംഭവം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള കഥകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആ ഒരു സംഭവമായിട്ടൊന്ന് കോർത്തിണക്കി നോക്കുക. മാതാപിതാക്കളും അതുപോലെ പെൺകുട്ടികളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. ഡേറ്റ് റേപ്പ് ഡ്രഗ്സ് ഇത് വിപണിയിൽ അവൈലബിൾ ആണ്. ചെറിയ മദ്യലഹരിയിലോ അല്ലെങ്കിൽ മദ്യം കഴിക്കാൻ കൂട്ടാക്കാത്ത സ്ത്രീകളിലോ അപകടപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം മരുന്നുകളെയാണ് ഡേറ്റ് റേപ്പ് ഡ്രഗുകൾ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. കോമൺ ആയിട്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 3 തരത്തിലുള്ള മരുന്നുകളാണ്. റൂഫി എന്ന പേരിൽ അറിയപ്പെടുന്ന റൊഹിപ്പിനോൾ അല്ലെങ്കിൽ ഫ്ലുനിട്രാസെപ്പാം എന്നുള്ളൊരു മരുന്ന്, വൈറ്റമിൻ കെ അല്ലെങ്കിൽ കിറ്റ്കാറ്റ് എന്നറിയപ്പെടുന്ന കിറ്റമിൻ എന്നുള്ളൊരു മരുന്ന്, മൂന്നാമതായിട്ട് നമ്മൾ GHB അല്ലെങ്കിൽ ലിക്വിഡ് എക്ടസി എന്ന് വിളിക്കപ്പെടുന്ന ഗാമ ഹൈഡ്രോക്സി ബ്യൂട്രിക് ആസിഡ്, ഇതുപോലുള്ള പല മരുന്നുകളും വിപണിയിൽ അവൈലബിൾ ആണ്. ഇത് ആദ്യത്തേത് ടാബ്ലറ്റ് രൂപത്തിലുണ്ട്, രണ്ടാമത്തേത് വെള്ള പൗഡർ രൂപത്തിലുണ്ട്, മൂന്നാമത്തേത് പല രൂപത്തിൽ ഇറങ്ങുന്നുണ്ട്. പൗഡർ രൂപത്തിലും ടാബ്ലറ്റ് രൂപത്തിലൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇപ്പം ഇരയാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്ത്രീയെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലോ അല്ലെങ്കിൽ അവർ കുടിക്കുന്ന പാനീയങ്ങളിലോ ജ്യൂസിലോ ഇത് കലർത്തി കൊടുക്കും. ഇപ്പം സിനിമയെ കാണുന്ന പോലെ രോഗി കുഴഞ്ഞൊന്നും വീഴില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഓർമ്മശക്തി നഷ്ടപ്പെടും, അവർക്ക് എതിർക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും, അതുപോലെ തന്നെ ഒരു മന്ദിപ്പ് അവസ്ഥ ഉണ്ടാവും. അവരുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തുള്ള ഒരു ചെറിയ ഒരു പീരീഡ് ഓഫ് മൂവ്മെൻറ്റ് അവർ കംപ്ലീറ്റ്ലി മറന്നുപോകും. സ്ഥലകാല ബോധം നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കില്ല. ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നൊന്നും ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്തവർ. ഈ മരുന്നുകൾ ധാരാളം അവൈലബിൾ ആണ്. 2019 ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അന്ന് പല ആളുകളും പറഞ്ഞു ഇങ്ങനൊരു മരുന്നുകളുണ്ടോ എന്ന്. ഈ വസ്തുക്കൾ നമ്മുടെ നാട്ടിൽ വളരെ വേഗമായിട്ട് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. പലയിടങ്ങളിലും ഇത് കൊച്ചിയിലും പല സ്ഥലങ്ങളിലും ഈ ഇടയ്ക്കൊരു പ്രമുഖ നടനെയും ഒരു പെൺകുട്ടിയെയും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് പിടിച്ചപ്പോൾ അവരുടെ കൈവശം ഉണ്ടായിരുന്ന മരുന്ന് ഇതൊക്കെയായിരുന്നു. അതുപോലെ പലയിടത്തും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇത് നമ്മുടെ മുമ്പിൽ വരാത്തത് കൊണ്ടാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇത്തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ ഉണ്ടായിരുന്നു. 2015 ഉണ്ടായിട്ടുണ്ട്, 2017, 2019 ഇതുപോലുള്ള കഥകളിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. പല ക്യാമ്പസുകളിലും അതുപോലെ സിനിമാ സ്ഥലങ്ങളിലും എല്ലാം ഇത്തരത്തിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണ് എന്ന് പറയുന്നു. പലരും ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴുന്നുണ്ട്. ഇത് നമ്മൾ ഈ ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാം? അപ്പോൾ അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ പ്രത്യേകിച്ചും പാർട്ടികളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ കഴിവതും ഒരു ഓപ്പണായിട്ട് ഡ്രിങ്കുകൾ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ തന്നെ സീല് പൊട്ടിച്ച് അല്ലെങ്കിൽ ഒരു ക്യാനിൽ നിന്ന് കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പാർട്ടികളിൽ പോകുന്നതും വരുന്നതും ഒരു കൂട്ടുകാർ അവർ നമുക്ക് വളരെ കൂടെ ഉള്ള ഫ്രണ്ട്ലി ആണ് എന്നൊരു ഉറപ്പ് വരുത്തണം. ഒരു വെളിയിൽ നിന്നുള്ള ഒരാളെ നമ്മൾ അകത്തോട്ട് കയറ്റുമ്പോൾ അവരുടെ സാന്നിധ്യം നമ്മൾ ഉറപ്പ് വരുത്തണം അവർ സേഫ് ആണ് എന്നുള്ളത്. പിന്നെ പാർട്ടികളിൽ നമ്മൾ ജ്യൂസ് മുതലായവ പകുതി ആക്കി വെച്ച് നമ്മൾ ഡാൻസും മറ്റും ചെയ്യാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന കൂട്ടുകാരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊടികളും മറ്റും ചേർക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കൂട്ടത്തിൽ ഉള്ള ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ക്ഷീണം അല്ലെങ്കിൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, കൺഫ്യൂഷൻ തുടങ്ങിയ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. ഇനി എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഒറ്റപ്പെടുന്ന പോലെ തോന്നുന്നു അല്ലെങ്കിൽ അപായപ്പെടാൻ സാധ്യത ഉണ്ട്, വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ 1091 എന്ന കേരള പോലീസ് നമ്പർ ഉടനടി ബന്ധപ്പെടുക. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സഹായം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതും വ്യക്തമായി മനസ്സിലായിരിക്കുക. അവസാനമായിട്ട് അപകടം മണത്താൽ തന്നെ നിങ്ങളുടെ ലൊക്കേഷൻ വാട്സാപ്പിൽ നിങ്ങളുടെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ മാതാപിതാക്കളെയോ അയച്ചു കൊടുക്കുക. ഇതെല്ലാം നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പാർട്ടിയിൽ പോകരുത് എന്ന് പറഞ്ഞാൽ പല ആളുകളെയും നമുക്ക് മാറ്റി നിർത്താൻ പ്രയാസമാണ്. കാരണം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പല ആളുകളും ഇത്തരത്തിൽ ചൂഷണത്തിന് വിധേയമായി പുറത്ത് പറയാൻ പറ്റാതെ വിഷമിക്കുകയാണ്, പല മാതാപിതാക്കളും അതുപോലെ സ്ത്രീകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഇത് അവൈലബിൾ അല്ല അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇല്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ തെറ്റിദ്ധാരിക്കപ്പെടരുത്. കാരണം അത്രമാത്രം അവൈലബിളാണ്. അപ്പോൾ ഇത് എല്ലാളിലോട്ടും എത്തിച്ചു കൊടുക്കുക. കാരണം പല ആളുകളിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ് നമ്മൾ അയ്യോ പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട മാതാപിതാക്കളും അതുപോലെ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ. താങ്ക് യു.